ഇപ്പോൾ നമുക്കൊപ്പം ഞാണ്ടൂർ കോണത്തെ സ്ഥാനാർത്ഥിയാണ് ചേരുന്നത്. കർണൻ എന്നറിയപ്പെടുന്ന പ്രദീപ് കുമാർ. സാർ, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ, ഒപ്പം തന്നെ എന്തൊക്കെയാണ് വാർഡിനുള്ള സമഗ്ര മാറ്റമായി നമ്മൾ കാണാൻ പോകുന്നത്? ഞാൻ 2015-20 ആ വാർഡിനെ പ്രതിനിധീകരിച്ച് വിജയിച്ച ഒരു കൗൺസിലറായിരുന്നു. അതിനുശേഷം 2020 ശേഷം 2025 വരെ അവിടെ നമ്മൾ നിന്ന് CPI എന്നുള്ള കൗൺസിലർ ആണ് അവിടെ നോക്കിയിരുന്നത്, വനിതാ കൗൺസിലറായിരുന്നു. അപ്പോൾ ഞാൻ തുടങ്ങി വെച്ച ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അത് പാടെ ആ വാർഡിനെ ഒരു 10-20 വർഷം പുറകിലോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ അവിടെ സംജാതമായിരിക്കുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ റോഡുകൾ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ വാർഡിൽ. കാര്യം പഞ്ചായത്തിന് കൂട്ടിച്ചേർത്ത ആ പ്രദേശത്ത് 2011 കൂട്ടിച്ചേർത്ത പഞ്ചായത്ത് വാർഡായിരുന്നു നഗരസഭയിലേക്ക്. ഞാൻ കയറുന്ന സമയത്ത് വെറും 20% മാത്രമായിരുന്നു അവിടെ ജലത്തിൻ്റെ ലഭ്യത. നമ്മുടെ ഗവൺമെൻറ് വാട്ടർ ലഭ്യത വെറും 20% ആ വാർഡിൽ. ഞാൻ ഇറങ്ങുന്ന സമയത്ത് തിരിച്ച് നമ്മൾ എൻ്റെ പീരീഡ് അവസാനിക്കുന്ന സമയത്ത് അത് 98% പ്രദേശത്ത് എത്തിച്ചിട്ടാണ്. ചുരുക്കം ചെറിയ പ്രദേശം ഒഴികെ 1-2 ചെറിയ സ്ഥലങ്ങൾ ഒഴികെ 98% ഭാഗത്തും കുടിവെള്ള പൈപ്പ് ലൈൻ എത്തിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്നിപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ആ പ്രദേശത്ത് കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇന്ന് ഞാൻ പ്രധാനപ്പെട്ട 12 പ്രദേശത്ത് യാത്ര ചെയ്ത സമയത്ത് അവിടുത്തെ ആവശ്യം, നിങ്ങളിത് എന്തുവാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത്? ഇവിടുത്തെ ജനങ്ങൾ, നിങ്ങളൊക്കെ ഒരു പൊതുപ്രവർത്തകരല്ലേ, ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടണ്ടേ? ഞങ്ങൾ വെള്ളം കിട്ടി 2 ആഴ്ചയായെന്ന് നിലവിളി കളിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ എനിക്കിത് കാണാൻ സാധിച്ചു. അപ്പോൾ നഗരത്തിൻ്റെ എല്ലാ സംവിധാനവും നഗരത്തിൽ കിട്ടുമ്പോൾ എന്നാൽ കൂട്ടിച്ചേർത്ത പഞ്ചായത്തിൻ്റെ പ്രദേശമായി കൂട്ടിച്ചേർത്ത എൻ്റെ വാർഡിൽ, ഞാണ്ടൂർകുളം വാർഡിൽ കുടിവെള്ള ലഭ്യത ഇപ്പം നിലവിലില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ വാട്ടർ അതോറിറ്റി തിരക്കിയപ്പോൾ പറയുന്നത് അവിടെ ഹൈ ലെവൽ പമ്പിങ് ചെയ്താൽ മറ്റ് സ്ഥലങ്ങളെല്ലാം പൈപ്പ് പൊട്ടിപ്പോകും, അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈ ലെവൽ പമ്പ് ചെയ്യാത്തത്, അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ 8 വർഷത്തിന് മുമ്പ് ഞാൻ കൊണ്ടുവന്നൊരു പ്രോജക്റ്റ്, ഒരു വാട്ടർ ടാങ്കിൻ്റെ പ്രോജക്റ്റ് ഇന്നും നമ്മളെ ബഹുമാന്യനായ അന്നത്തെ മിനിസ്റ്ററായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ സാറ് വകയിരുത്തിയ ഒരു പ്രോജക്റ്റ് അവിടെ ചെയ്തു. ഇന്നും അത് പൂർത്തിയാകാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. ആ വാട്ടർ ടാങ്കിന് പണി പൂർത്തീകരിച്ച് അവിടെ കുടിവെള്ളം എത്തിക്കലാണ് എൻ്റെ ആദ്യത്തെ ഞാൻ ചെയ്യാൻ പോകുന്നത് കാര്യം. കുടിവെള്ളമാണ് ആ വാർഡിലെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ വിഷയം. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും കാർഷിക മേഖലയായിരുന്നു. ആ കാർഷിക മേഖലയിൽ കൃഷി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഈ പന്നിയുടെ ശല്യം മൂലം ഒരുപാട് ആൾക്കാരൊന്നും കൃഷി ചെയ്യാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ആ കൃഷി ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള സാഹചര്യം ഈ പന്നി ഒരു നിർമ്മാർജ്ജനം ചെയ്യുന്നതായിരിക്കും. നമ്മളെ പന്നികളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പഞ്ചായത്തിലൊക്കെ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ നമ്മളെ വാർഡിൽ അത് ഇതുവരെ നടന്നിട്ടില്ല. കർഷകരെല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. അപ്പം അതൊന്ന് നന്നാക്കി എടുക്കുക എന്നുള്ള ഉദ്ദേശം എനിക്കുണ്ട്. പ്രാദേശിക തലത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് പ്രധാനമന്ത്രി. അത് പ്രാദേശിക തലത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് ഒരുപാടുള്ളത്. പിന്നെ നമ്മുടെ ഹെൽത്ത് സംബന്ധമായ വിഷയങ്ങൾ, ഒരു ആയുർവേദ ആശുപത്രി ആദ്യമായിട്ട് ഞാണ്ടൂർകുളം വാർഡിൽ നഗരസഭയുടെ ആദ്യത്തെ ആയുർവേദ ആശുപത്രി കെട്ടിടം കൊണ്ടുവരുന്ന ഞാനാണ്. അത് ഇന്ന് ശോചിമാസത്തിൽ ആശുപത്രി കെട്ടിടം ആകാതെ അവിടെ കിടക്കുകയാണ്. ഇപ്പോഴും ഡിസ്പെൻസറി ആയിട്ട് അത് അവിടെ കിടക്കുകയാണ്. അതിന് ആശുപത്രി ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആയുഷിൽ ഉൾപ്പെടുത്തി ആശുപത്രിയിൽ കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ആ വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തി ചെയ്യാൻ ബാലൻസ് കിടക്കുകയാണ്. പിന്നെ റോഡുകളെന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ അവിടെ ഇല്ല, മുഴുവൻ നശിച്ച് നാമാവശേഷമായി. ഇലക്ട്രിസിറ്റി, സ്ട്രീറ്റ് ലൈറ്റ്, പിന്നെ നമ്മുടെ തെരുവുനായ ശല്യം എല്ലാം അതിരൂക്ഷമായ ഒരവസ്ഥയിലേക്കാണ് ആ വാർഡിൽ. ഒരു നാഥനില്ലാത്ത ഒരു കളരിയായിട്ട് എൻ്റെ വാർഡ് പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ 5 വർഷം കൊണ്ടു നടന്നൊരു വാർഡ് ഇന്ന് വളരെ അധപ്പതിച്ച അവസ്ഥയിൽ. ജനങ്ങൾക്ക് പരാതി മാത്രമേ ഉള്ളൂ. അത് ഒരു പാവം ഒരു കുട്ടിയെ അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്ന ഒരു കുട്ടിയെ ഈ രാഷ്ട്രീയ പാർട്ടി അവർ കൊണ്ടുവന്നു. അതിന് ഒരു സപ്പോർട്ടും കൊടുക്കാതെ അതിന് നന്നായിട്ട് പ്രവർത്തിക്കാൻ എന്താണെന്ന് അറിയില്ല, പക്ഷേ അതിനൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു ആ വാർഡിലുണ്ടായത്. അതിൽ നിന്ന് മാറ്റം ഉണ്ടാക്കി ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അശ്ലീനം പരിശ്രമിക്കുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.